എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 5-ാം നാൾ. ദേവിയുടെ 5-ാമത്തെ ഭാവം സ്കന്ദമാതാവാണ്. അമ്മയുടെ മടിയിൽ പുത്രൻ സുബ്രഹ്മണ്യൻ സാന്നിധ്യമരുളുന്നു എന്നാണ് സങ്കല്പം. സ്കന്ദമാതാവായ പരാശക്തി ചതുർഭുജയാണ്. 2 കൈകളിലും താമരപ്പൂവും, താഴത്തെ ഒരു കൈ പുത്രനെ വാത്സല്യപൂർവ്വം തഴുകുന്ന തരത്തിലും മറ്റേ കൈയിൽ ഭരതമുദ്രയും ധരിച്ചിരിക്കുന്നു. സ്കന്ദമാതാവിനെ ആരാധിക്കുന്നതിലൂടെ സുബ്രഹ്മണ്യനെ പൂജിക്കുന്ന ബലം കൂടി ലഭിക്കുന്നു. പ്രാധാന്യമുള്ള നിറം വെള്ള. സ്കന്ദമാതാവാണ് 6 അറിവിൻ്റെ അല്ലെങ്കിൽ തത്വചിന്തയുടെ ന്യായ, വൈശേഷിക, സാങ്ക്യ, യോഗ, വേദാന്ത, മീമാംസ എന്നിവയുടെ മാതാവ്. അവ വേദങ്ങളുടെ 6 അവയവങ്ങളാണ്, അല്ലെങ്കിൽ അറിവിൻ്റെ ശരീരമാണ്. ഈ തത്വചിന്തകളിൽ സംഗീതം, ജ്യോതിഷം എന്നീ കലകളുടെയും ശാസ്ത്രത്തിൻ്റെയും 64 വിഭാഗങ്ങളുണ്ട്. നാം സ്കന്ദമാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ജ്ഞാനത്തിൻ്റെയും മാതാവിന് മുന്നിൽ നാം വണങ്ങുകയാണ്. അതിനാൽ അത് ഉന്നത പഠനത്തിലേക്കും പ്രബുദ്ധതയിലേക്കുമുള്ള പാതയാണ്. ശുദ്ധവും സമർപ്പിതവുമായ ഹൃദയത്തോടെ മാ സ്കന്ദമാതാദേവിയെ പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് ജ്ഞാനം, സമ്പത്ത്, ശക്തി, ഐശ്വര്യം, മോക്ഷം എന്നിവയാൽ അനുഗ്രഹിക്കപ്പെടും. അവർ മനസമാധാനവും സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പ്രസാദം റൈസ് അലുവയും പയർ ചുണ്ടലുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പയർ ചുണ്ടൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് 1 കപ്പ് പയർ 8 മണിക്കൂർ കുതിർക്കാനിടുക. കുതിർന്ന പയർ ഒരു കുക്കറിലേക്കിട്ട് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് 1 വിസിൽ വരുന്നതുവരെ വേവിക്കുക. 15 മിനിറ്റ് കുക്കർ തണുക്കാൻ വയ്ക്കുക. അതിനുശേഷം കുക്കർ തുറന്ന് പയറിലെ വെള്ളം ഊറ്റിവെക്കുക. നമ്മുടെ പയർ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചുണ്ടലിനുള്ള ഒരു മസാല വറുത്ത് പൊടിക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ മല്ലിയും 1 സ്പൂൺ കടലപ്പരിപ്പും 4 ഉണ്ട വറ്റൽമുളകും ചേർത്ത് സിമ്മിൽ വറുക്കുക. വറുത്ത മസാല തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കുക. ഇനി നമ്മൾക്ക് പയർ താളിക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. ചൂടായ എണ്ണയിലേക്ക് 1/4 സ്പൂൺ കടുകും 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച പയർ ചേർക്കുക. നമ്മൾ പൊടിച്ചു വെച്ച മസാലപ്പൊടി 2 സ്പൂൺ ചേർത്ത് യോജിപ്പിക്കുക. 1/4 സ്പൂൺ കായപ്പൊടി കൂടി ചേർക്കണം. നമ്മൾ പയർ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. ഉപ്പുണ്ടോ എന്ന് നോക്കിയ ശേഷം പോരെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് വഴറ്റിയെടുത്താൽ പയർ ചുണ്ടൽ റെഡി. ഇനി രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്നത് റൈസ് അലുവയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സോഫ്റ്റ് അലുവ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ചെറിയ കപ്പ് പച്ചരി കഴുകി 4 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. ഇനി വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. കൂടെ 2 ഏലക്ക കൂടി എടുക്കുക. നല്ല ഇടത്തരം മൂപ്പുള്ള നല്ല പച്ച തേങ്ങ എടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ കൂടുതൽ കിട്ടും. പച്ചരിയും 1 കപ്പ് തേങ്ങയും കുറച്ച് വെള്ളവും ചേർത്ത് മിക്സിയിൽ നൈസായി അരയ്ക്കുക. കൂടെ 2 ഏലക്ക കൂടി ചേർത്ത് അരയ്ക്കുക. ഇനി നമ്മൾക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ഇതിനെ ഗ്യാസ് കത്തിച്ച് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ശർക്കരയും 3 കപ്പ് വെള്ളവും ചേർത്ത് ഉരുക്കുക. 1:2:3 എന്ന റേഷ്യോയിലാണ് പച്ചരിയും തേങ്ങയും ശർക്കരയും എടുക്കേണ്ടത്. 1 കപ്പ് പച്ചരിയാണെങ്കിൽ അതേ കപ്പിൽ 2 കപ്പ് തേങ്ങയും 3 കപ്പ് ശർക്കരയുമാണ് എടുക്കേണ്ടത്. നമ്മൾ 1/2 കപ്പ്, അതായത് 125 ഗ്രാമിൻ്റെ കപ്പിലാണ് പച്ചരി എടുത്തത്. 1 കപ്പ്, അതായത് 250 ഗ്രാമിൻ്റെ കപ്പിലാണ് തേങ്ങയും ശർക്കരയും എടുക്കുന്നത്. മെഷർമെൻറ്റ് കപ്പ് തന്നെ വേണമെന്നില്ല. ഗ്ലാസ്സിലോ ബൗളിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് അളവെടുക്കാം. ഏതിലാണോ നിങ്ങൾ അളവെടുക്കുന്നത് എല്ലാം അതേ മെഷർമെൻറ്റിൽ തന്നെ എടുക്കുക. ശർക്കര അരിഞ്ഞാൽ അരിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ശർക്കരപ്പാനിയിലേക്ക് അരച്ച പച്ചരി തേങ്ങാ മിശ്രിതം അരിച്ചൊഴിക്കുക.
അരിക്കാതെ വേണമെങ്കിലും ചേർക്കാം. അരിച്ച് ചേർക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ്. ഇനി ഇത് കുറുക്കിയെടുക്കുക. കൈവിടാതെ ഇളക്കി കുറുക്കുക. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, കൈവിടാതെ ഇളക്കണം. ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യൊഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുക. വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. 3 സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. നെയ്യ് ചേർക്കേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് തന്നെ അടിപ്പിടിക്കുമെന്ന ഭയം വേണ്ട. നമ്മുടെ അലുവയുടെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് തീരുമാനിക്കാം. സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ പാനിൽ നിന്നും അലുവ വിട്ടുവരുന്ന സ്റ്റേജിൽ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിക്കുക. കുറച്ച് കട്ടിയിലാണ് വേണ്ടതെങ്കിൽ അലുവ ഉരുണ്ട് ബാൾ പോലെയാവുന്ന സ്റ്റേജ് വരെ വെച്ച ശേഷം നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് മാറ്റുക. നമ്മൾ ഇന്നിവിടെ ഒരുപാട് കട്ടിയാക്കുന്നില്ല. പാനിൽ നിന്നും വിട്ടുവരുന്ന സ്റ്റേജിൽ നെയ്യ് പുരട്ടിയ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ തണുത്തതിന് ശേഷം മുറിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ അലുവ. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. തേങ്ങാപ്പാലിൻ്റെയും നെയ്യിൻ്റെയും സ്വാദ് മുന്തി നിൽക്കുന്നുണ്ടാവും അലുവയിൽ. ഇത് ചൂടോടെ കഴിക്കാനും നല്ല രുചിയാണ്. ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും വളരെ നല്ലതാണ്. വീട്ടിലുള്ള പച്ചരിയും തേങ്ങയും ശർക്കരയും കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് നമ്മൾക്കിത് തയ്യാറാക്കാം. ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും തയ്യാറാക്കാം. ഓരോ ദിവസവും വ്യത്യസ്തമായ വിഭവങ്ങളാണ് പ്രസാദമായി നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഉണ്ടാക്കാൻ കഴിയുന്നവയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ പയർ ചുണ്ടലും റൈസ് അലുവയും ഭക്തിയോടെ അതിലേറെ സ്നേഹത്തോടെ സ്കന്ദമാതാദേവിക്ക് സമർപ്പിക്കുന്നു. എല്ലാവരെയും സ്കന്ദമാതാദേവി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.